ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ നമ്മുടെ വീട്ടിൽ വളർത്തുന്ന കോഴികളെക്കുറിച്ചുള്ള ഒരു ചെറിയ വീഡിയോസാണ്. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ സെയിൽ ചെയ്യുന്ന രീതിയിലും കുഞ്ഞുങ്ങളെ നമ്മൾ വളർത്തുന്ന നമ്മുടെ നാടൻ കോഴിക്കുഞ്ഞുങ്ങളെ നമ്മൾ ചെയ്യുന്ന കെയറും കാര്യങ്ങളും, അതുപോലെ നമ്മൾ എങ്ങനെയാണ് അവർ കൂടുതൽ കെയർ ചെയ്യണമെന്നൊക്കെ ഉള്ളൊരു ചെറിയ വീഡിയോ ആണ്. പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പലരും സംശയമാണ്, നമ്മൾക്കുള്ള ഒരു പേർ നിങ്ങളുടെ വീട്ടിലുള്ള കോഴികളൊന്നും കാണിക്കുന്നില്ല ഇപ്പോൾ എന്നുള്ളൊരു പലരും വിളിച്ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ പഴയ ഒരുപാട് വീഡിയോസിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട്. നമ്മുടെ വീട്ടിലെ കോഴികളും കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട്. നമ്മൾ മുട്ടക്കായിട്ട് ഉപയോഗിക്കുന്ന കോഴികൾ, അതുപോലെ അതിൻ്റെ പാരൻസ് കോഴികളെയൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് എല്ലാവർക്കും ഉള്ള സംശയത്തിനുള്ള ഒരു വീഡിയോസായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിപ്പോൾ ഓൾറെഡി നമ്മൾ മുട്ടക്കായിട്ട് മാത്രം വളർത്തുന്ന കോഴികളാണ്. അതായത് ഗ്രാമപ്രിയ പോലുള്ള കോഴികളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. പിന്നെ പുള്ളിക്കോഴികൾ, അതിൻ്റെ കുഞ്ഞു കോഴികൾ നമ്മൾ ഓൾറെഡി നമ്മൾ വളർത്തി, അടുത്ത സെക്ഷൻ നമ്മൾ വളർത്തി നമ്മുടെ പാരൻസിനായിട്ട് വളർത്തിയെടുക്കുന്നതാണ്. പിന്നെ ഇത് നമ്മൾ അടവച്ചിരിക്കുന്ന കോഴികളെയാണ്. ഇപ്പോൾ ഒരു കൂട്ടിൽ 4, 5, 6 കോഴികളെ നമ്മൾ ഒന്നിച്ച് അടവെക്കുകയാണ് ചെയ്യണത്. ഇപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ ഓൾറെഡി 4 കോഴികൾ നമ്മൾ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് 5 കോഴികൾ നമ്മൾ അടയിരിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ 4 കോഴികളായിരിക്കുന്നത്. അപ്പോൾ എല്ലാത്തിലും ഒരു 12-15 മുട്ടകൾ എന്ന രീതിയിലാണ് നമ്മൾ വെച്ചേക്കുന്നത്. അപ്പോൾ ആ കൂട്ടിലെന്ന് വെച്ചാൽ ആ കൂട്ടിൽ കോഴികൾക്ക് സേഫായിട്ട് ഇരിക്കാനും, അതുപോലെ തന്നെ നിങ്ങൾക്ക് വെള്ളവും ഫുഡും ഒക്കെ അതിൻ്റെ അകത്ത് തന്നെ നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ദിവസം കുറച്ച് നേരത്തേക്ക് ഒരു ഡോറൊക്കെ തുറന്നിട്ട് പുറത്തേക്കൊന്ന് വിടുകയും റിലാക്സ് ചെയ്യാൻ വേണ്ടി പുറത്തേക്ക് വിടുകയും അവർ തന്നെ കയറിയിരിക്കുകയും ചെയ്യും. മറ്റുള്ള ഒന്നിൻ്റെ ശല്യം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഡോറടച്ച് ഇത് വെച്ചേക്കുന്നത്. ഇപ്പം അതിൻ്റെ അകത്ത് ഒരു കോഴിന് നമ്മൾ കുഞ്ഞുങ്ങൾ വിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ എല്ലാം വിരിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള മാറ്റാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു ബോക്സ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഇറക്കപ്പൊടിയൊക്കെ ഇട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനടുത്ത് നമുക്കൊരു കോഴിയും കൂടി പൊരുന്നുണ്ട്. അപ്പോൾ അതിനെയും കൂടി നമുക്ക് വെക്കാൻ വേണ്ടിയാണ് ഈ ബോക്സ് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ അവർക്കുള്ള ഇപ്പോൾ ഇവർക്ക് കൊടുക്കുന്ന ഫുഡ് എന്ന് പറയുന്നത് സ്റ്റാർട്ടറാണ് നമ്മൾ മെയിനായിട്ട് കൊടുക്കുന്നത്. സ്റ്റാർട്ടർ എന്ന് ബ്രോയിലർ സ്റ്റാർട്ടർ. അപ്പോൾ ബ്രോയിലർ സ്റ്റാർട്ടറെന്ന് വെച്ചാൽ ഇവർക്ക് ക്ഷീണവും പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ് സ്റ്റാർട്ടർ എന്ന് പറയുന്നത്. നമുക്ക് കുഞ്ഞുങ്ങൾക്ക് നമ്മൾ കൂടുതൽ കൊടുക്കുന്ന ഒരു ഫുഡ് സ്റ്റാർട്ടറാണ്. അപ്പോൾ അവർക്ക് ഹെൽത്തി ആയിട്ടിരിക്കാനും, കൂടുതൽ രോഗങ്ങളൊന്നും വരാതിരിക്കാനും, ക്ഷീണങ്ങളൊന്നും വരാതിരിക്കാനും കൂടുതലായിട്ട് നമുക്ക് കൊടുക്കുന്ന ഫുഡ് ഇപ്പോൾ സ്റ്റാർട്ടറാണ്. സ്റ്റാർട്ടറും വെള്ളവും നമ്മൾ എപ്പോഴും കൂടുതലുണ്ടാവും. അപ്പോൾ അവർക്ക് ആവശ്യത്തിനുള്ളത് കഴിച്ച് ഉണ്ടാവും. അപ്പോൾ അവർക്ക് ക്ഷീണങ്ങളും ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അവർ കറക്റ്റായിട്ട് ഫുഡ് കിട്ടാതെ വരുമ്പോഴേക്കാണ് നമുക്ക് അടവെക്കുന്ന കോഴികൾ മിക്കതും അടയിൽ വെച്ച് പലരും ചത്തുപോകുന്നു എന്നൊക്കെ പറയാറുണ്ട്. പിന്നെ നമ്മൾ കോഴികളെ അടവെച്ചിട്ട് അതിൻ്റെ പുറമേ ഇട്ടൊന്നും മൂടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവരിങ്ങനെ ഓപ്പണായിട്ട് തന്നെ വെക്കുക. അവർക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നും അവരുടെ ശല്യങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ വെക്കുവാണെങ്കിൽ യാതൊരുവിധ പ്രശ്നവുമില്ല. പലരും പറയാറുണ്ട് കോഴികളെ അടവെച്ചതിന് ശേഷം അവരെ കൊട്ടയിട്ട് മൂടിയിട്ട് അതിൻ്റെ പുറമേ തുണിയിട്ടൊക്കെ മൂടിയൊക്കെ പലരും ചെയ്യാറുണ്ട്. അങ്ങനെയൊന്നും ആരും ചെയ്യരുത്. ഇതുപോലെ ഓപ്പണായിട്ട് വെക്കുക. അവർക്ക് ഫുഡ് കഴിക്കാൻ ആവശ്യമുള്ളപ്പോൾ അവർ വന്ന് ഫുഡ് കഴിച്ചോളും, വെള്ളം കുടിച്ചോളും. നമ്മളായിട്ട് അവരെ ഇങ്ങനെ അടച്ചു മൂടിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ആവശ്യത്തിനുള്ള ഫുഡും വെള്ളമൊന്നും കിട്ടാതെ വരുമ്പോഴത്തേക്കും കോഴികൾക്ക് ക്ഷീണം വരികയും, അതുപോലെ നമുക്ക് മുട്ടക്ക് റിസൾട്ട് കിട്ടാതെ വരികയും ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് കോഴികൾ ചത്തുപോകാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ അത് കാര്യമായിട്ട് ശ്രദ്ധിക്കുക വേണം. പിന്നെ ഇതാണ് നമ്മുടെ കോഴികളുടെ തള്ളകൾ. നമുക്ക് അടവെക്കാൻ വെക്കുന്ന ഈ കോഴികളുടെ മുട്ടയാണ് നമ്മൾ അടവെക്കാൻ എടുക്കുന്നത്. പെയർ എന്ന് പറയില്ലേ, അതുപോലെ നമ്മുടെ കോഴികളാണിത്. പുള്ളിക്കോഴികളും നാടൻ കോഴികളാണ് നമ്മുടെ കളക്ഷനായിട്ടുള്ളത്. നല്ല രീതിയിൽ തന്നെ കളക്ഷൻ ഉണ്ട്. ഇപ്പോൾ ഒരുവിധം കുറവാണ്, എന്നാലും നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെയ്യുന്നുണ്ട്. പുള്ളിക്കോഴികളും ഉണ്ട്, അതുപോലെ നാടൻ കോഴികളുമാണ് നമുക്കുള്ള വെറൈറ്റീസായിട്ട് നമ്മൾ ഈ ഒരു കൂടുതൽ നമ്മൾ ചെയ്യുന്നുള്ളൂ. ഈ മുട്ടകളാണ് നമുക്ക് അടവെക്കാൻ എടുക്കുന്നതും. നമ്മൾ മുട്ടക്കായിട്ട് ഉപയോഗിക്കുന്നവരാണ്. നമ്മൾ കുറച്ച് നേരത്തെ ആദ്യം കണ്ട വീഡിയോസിൽ നമ്മൾ പുറത്തിട്ട് ഓപ്പണായിട്ട് അവർക്ക് സെപ്പറേറ്റ് ഒരു കൂടാനുള്ളത്. അപ്പോൾ ഗ്രാമപ്രിയ അതുപോലെയുള്ള കോഴികൾ നമുക്ക് വീട്ടിലെ മുട്ടക്ക് മാത്രം സെയിൽ ചെയ്യാനും ആവശ്യത്തിനുള്ള മുട്ടകൾക്കാണ് അവരെ നമ്മൾ വളർത്തുന്നത്. പിന്നെ നാടൻ മുട്ടകൾ നാടൻ കോഴികളുടെ മുട്ട തന്നെ വേണം ചോദിക്കുന്നവർക്ക് അത് നമ്മൾ സെയിൽ ചെയ്യാറുണ്ട്. ഈ മുട്ടകൾ നമ്മൾ സെയിൽ ചെയ്യാറുണ്ട്. ഇത് അടവെക്കാനും എടുക്കാറുണ്ട്, സെയിൽ ചെയ്യാനും എടുക്കാറുണ്ട്.
ഇപ്പം നാടൻ കോഴിക്ക് പൊതുവേ നല്ല ഡിമാൻഡ് ഉണ്ട്. അതുപോലെ തന്നെ നാടൻ കോഴി മുട്ടകളും നമുക്ക് വളരെ കുറച്ച് കിട്ടുള്ളൂ. മുട്ടക്കായിട്ട് വളർത്തുന്നവർക്ക് വലിയ മെച്ചമൊന്നും ഉണ്ടാവില്ലായിരിക്കും, പക്ഷേ നമുക്ക് കുഞ്ഞുങ്ങളായിട്ട് സെയിൽ ചെയ്യാം. അങ്ങനെ ഇരിക്കും നമുക്ക് നാടൻ കോഴികൾ വളർത്തുമ്പോൾ കൂടുതൽ നമുക്ക് മെച്ചം ഉണ്ടാവുള്ളൂ. കാരണം കുഞ്ഞുങ്ങളെ സെയിൽ ചെയ്യുമ്പോഴത്തേക്കും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് സെയിലായി പോകുന്നുണ്ട് എല്ലാ അത്യാവശ്യക്കാർ. കാരണം നാടൻ കോഴികളെ ചോദിച്ചാണ് ഒരുപാട് പേര് നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാറുള്ളത്. അവിടെ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് അവർ ഒരുപാട് വിശ്വാസത്തോടെ എല്ലാവരും നമ്മളെ വിളിക്കുന്നുണ്ട്. നമുക്ക് നമ്മളെ വിളിച്ച് വിശ്വാസത്തോടെ വിളിക്കുന്നവർക്ക് നമ്മൾ നല്ല രീതിയിൽ കോഴികളെ ചെയ്ത് കൊടുക്കാറുണ്ട്. നമ്മൾ 1 മന്താണ് കൂടുതലും കൊടുത്തുകൊണ്ടെന്ന് വെച്ചത്. നമുക്ക് 2 മാസം 3 മാസമായിട്ടുള്ള കോഴികളും കൂടി ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. കാരണം നമുക്ക് കുറച്ചുകൂടി വളർത്തി വലുതാക്കിയതിന് ശേഷം കൊടുക്കാം എന്നുള്ള രീതിയിലും കൂടി ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. കാരണം അത്യാവശ്യം ഒരുപാട് പേര് നാടൻ കോഴികൾ മാത്രം അങ്ങനെ മുട്ടയിടാറായ കോഴികളെ ചോദിച്ചും ഒരുപാട് വിളിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ വളർത്തി കുറച്ച് ഒരു 5 മാസം 4 മാസം ആകുമ്പോഴത്തേക്കും സെയിൽ ചെയ്യാം എന്നുള്ള രീതിയിലും കൂടി ഞങ്ങൾ പ്ലാൻ ചെയ്തു. ഇപ്പം ഏകദേശം ഇപ്പം എത്ര നമ്മൾ ചെയ്തുകൊണ്ടെന്ന് വെച്ചാൽ 1 മാസം 1.5 മാസം ആകുമ്പോൾ നമ്മൾ സെയിൽ ചെയ്യാണ് ചെയ്തുകൊണ്ടെന്ന് വെച്ചത്. അപ്പോൾ അത് കൂടാതെ ഇങ്ങനെയും നമ്മൾ ചെയ്യാം എന്ന് കുറച്ച് പ്ലാൻ ചെയ്യാം. അപ്പോൾ കൂടുതലായിട്ട് നമുക്ക് കോഴിക്കുഞ്ഞുങ്ങൾ ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് കുഞ്ഞുങ്ങളെ ഇപ്പം നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു ഫസ്റ്റ് ബാച്ച് എന്ന രീതിയിൽ, ഫസ്റ്റ് ബാച്ച് അല്ല നമ്മുടെ അടുത്ത സെക്ഷൻ എന്ന രീതിയിൽ, ബാച്ച് എന്ന് പറയുമ്പോൾ ഒരുപാട് ബാച്ച് നമുക്ക് കഴിഞ്ഞു പോയി. അപ്പോൾ ഒരു അടുത്ത സെക്ഷൻ എന്ന രീതിയിൽ കിടക്കുന്ന കോഴിക്കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ കിടക്കുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ ലൈറ്റിൻ്റെ ഒരു ബൾബ് ചൂടിലിട്ടേക്കുവാണ്. ഒരു ഡേ ഓൾഡ് കുഞ്ഞുങ്ങളെ ഇതിലേക്ക് മാറ്റിയിട്ട് നമുക്കിതിന് വാക്സിനേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. വാക്സിനേഷൻ കാര്യങ്ങളുടെ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല ഈ പ്രാവശ്യം, എടുത്തിട്ടില്ല. അപ്പോൾ നിങ്ങളെയും കൂടി കാണിക്കാം എന്ന് ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതെനിക്ക് ക്യാമറ ഹാൻഡിൽ ചെയ്യാനും കോഴിക്ക് വാക്സിനേഷൻ കൊടുക്കാൻ എല്ലാം കൂടി ഒറ്റയ്ക്ക് നടക്കുന്നില്ല. അപ്പോൾ നമുക്ക് അടുത്ത ഒരു ബാച്ച് നമ്മൾ ഇറങ്ങുമ്പോഴത്തേക്കും അതിൻ്റെ വാക്സിനേഷൻ കാര്യങ്ങളും തീർച്ചയായിട്ടും നിങ്ങളെ ഞാൻ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ പിന്നെ നമ്മൾ ചെയ്യുന്നത് ഫസ്റ്റ് നമ്മൾ ലൈറ്റിലിട്ടു. അതുപോലെ തന്നെ തള്ളക്കോഴികളായിട്ടും നമ്മൾ ഇടാറുണ്ട്. അതിൻ്റെ അകത്ത് നമ്മൾ ഇപ്പോൾ ഫസ്റ്റ് കാണിച്ച കൂട്ടിൽ നമ്മൾ തള്ളക്കോഴികൾ ഇടാത്തതിൻ്റെ മെയിൻ വിഷയം എന്ന് വെച്ചാൽ നമ്മൾ ചിന്തേരിപ്പൊടിയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് തന്നെ കോഴിക്കാഷ്ടമൊക്കെ വീണ് കൂടുതൽ കുഞ്ഞുങ്ങൾക്ക് അസുഖം വരണ്ട എന്ന രീതിയിലായതുകൊണ്ടാണ് ബൾബൊക്കെ ഇടും. പിന്നെ പകൽ വിളിച്ചതെന്ന് പറയാൻ നല്ല സൂര്യപ്രകാശം കിട്ടും. പിന്നെ അവിടെ നിന്ന് നമ്മൾ മാറ്റുന്ന സെക്ഷൻ, അതായത് മറ്റൊരു വേറെ കുഞ്ഞുമായിട്ട് നമ്മൾ മാറ്റിയിടുന്നതെന്ന് വെച്ചാൽ ഒരു തള്ളക്കോഴിനെയും കൂടി ഉൾപ്പെടുത്തി അതിൻ്റെത്തേക്ക് മാറ്റിയിടുകയാണ് ചെയ്യണത്. അപ്പോൾ കാക്കകളുടെ ശല്യത്തിന് എന്താണെങ്കിലും അതുങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ കോഴി ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് സേഫായിട്ട് ചെയ്യാവുന്ന ഒരു മെത്തേഡാണ്. നമുക്ക് ലൈറ്റ് വെട്ടത്തിലിട്ട് വളർത്താം. അതൊരു 7 ദിവസം കഴിയുമ്പോഴത്തേക്കും മറ്റേ കൂട്ടിലേക്ക് മാറ്റാം. അതുപോലെ തന്നെ ഇത്തരം കോഴികൾ ഒരു അമ്മക്കോഴിയായിട്ട് അങ്ങനെയും വളർത്താം. അപ്പോൾ നമുക്ക് 2 രീതിയിലും നമ്മൾ ചെയ്യാറുണ്ട്. അതുപോലെ ലൈറ്റിലിട്ട് വിട്ടും മാറ്റാറുണ്ട്. അതുപോലെ ഇങ്ങനെ അമ്മക്കോഴീനിട്ടും നമ്മൾ കുഞ്ഞുങ്ങളെയിട്ട് മാറ്റാറുണ്ട്. അപ്പോൾ ഇതിലും നമുക്ക് അത്യാവശ്യം ഒരു 80, 100, 100 സംതിങ് നമുക്ക് കോഴികൾ ഇപ്പോൾ ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട്. അവർ നമുക്ക് ഇപ്പോൾ സെയിലിങ്ങുള്ള പ്രായമല്ല അതുകൊണ്ട് നമുക്കൊരു 1 മാസം 1.5 മാസം ആവശ്യമുള്ളവർക്ക് അങ്ങനെ ചെയ്യും. അല്ലാതെ തന്നെ വലുതാക്കി കഴിഞ്ഞിട്ട് അങ്ങനെയും ചെയ്യും. പിന്നെ അടയിരിക്കുന്ന കോഴികളാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് നമുക്കിപ്പോൾ ഒരു 4-5 കോഴി വീണ്ടും ഇരിപ്പുണ്ട്. അപ്പോൾ അവിടെയും നമുക്ക് ഇത് സെക്ഷൻ വിരിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഓരോ ബാച്ചായിട്ട് നമ്മൾ തിരിച്ച് മാറ്റുകയാണ് ചെയ്യുന്നത്. ഓരോ ബാച്ചിലും ഓരോ സെക്ഷനായിട്ടും അല്ലെങ്കിൽ നമുക്കത് അറിയാൻ പറ്റാത്ത രീതിയിലായി പോകുമ്പോൾ ഇപ്പം നമ്മൾ 2 ബാച്ച് ഏകദേശം നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉണ്ട്. ഇനി അടുത്തത് നമുക്ക് ചെയ്യുന്ന ഒരു ബാച്ചും കൂടി ആയിട്ടുണ്ട്. അടയിരിക്കുന്ന കോഴികളുണ്ട്. പിന്നെ ഒരു ബാച്ചും കൂടി സെക്ഷൻ ആവുന്നുണ്ട്. പിന്നെ നമുക്ക് പുള്ളിക്കോഴികൾ നമ്മൾ തള്ളപ്പയറിനായിട്ട് നമ്മൾ വളർത്തുന്ന പുള്ളിക്കോഴികളാണ് ഇപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് കാണുന്നത്. പിന്നെ അവർക്ക് കൊടുക്കുന്ന ഫുഡെന്ന് പറയണതും കാര്യങ്ങളൊക്കെ ഒരുപാട് ഞാൻ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി കൂടുതൽ നമുക്ക് വീഡിയോസായിട്ട് വരാം. നമ്മൾ എത്ര നാൾ വീഡിയോസും ചെയ്യാതിരുന്ന കാര്യങ്ങളും ഞാൻ ഒരു വീഡിയോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ ഒരു പേഴ്സണലായിട്ടുള്ള ഒരു വലിയൊരു ഷോക്കിങ്. നിങ്ങൾ ഇപ്പോഴും അതിന് റിക്കവർ ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ വീഡിയോസിൽ ഒരുപാട് തെറ്റുകുറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടാവാം. ചിലപ്പോൾ ഞാൻ വോയിസ് കൊടുത്തതിൽ ഒരുപാട് തെറ്റുകൾ നോക്കിയപ്പോൾ നമുക്ക് ഹാപ്പി ആയിട്ട് ചെയ്യാനുള്ളൊരു മാനസികാവസ്ഥ ഇന്ന് വരെ നമുക്ക് പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് എനിക്ക് ഒരുപാട് മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അതിൽ എന്തൊക്കെ എനിക്ക് പറയണം, അതുപോലെ പറയാനും ക്ലിയറായിട്ട് നിങ്ങളുടെ എനിക്ക് മനസ്സിലാവുന്ന രീതിയിൽ എത്തിക്കാൻ പറ്റുന്നുണ്ടോ എന്നൊന്നും എനിക്കിപ്പം അറിയില്ല. എന്നാലും മാക്സിമം ഞാൻ ട്രൈ ചെയ്യുവാണ്. റിക്കവർ ചെയ്ത് വന്നേ പറ്റുള്ളൂ. നമുക്ക് നമ്മുടെ ലൈഫ് മുന്നോട്ട് പോകണമെങ്കിൽ നമുക്ക് എല്ലാത്തിനും റിക്കവർ ചെയ്തേ പറ്റുള്ളൂ. പക്ഷേ എന്നിരുന്നാലും നിങ്ങളെന്നെ മനസ്സിലാക്കുമെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾ പിന്നെ ഫാമിലി മെമ്പേഴ്സാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.